നമ്മൾ ഇന്ന് പോണത് താജ്മഹലാണ്. താജ്മഹലിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതൊക്കെ പറയുള്ളൂ കേട്ടോ. യൂട്യൂബ് വിക്കിപീഡിയ നോക്കിയിട്ടുള്ള ഒരു അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ 2 പ്രാവശ്യം വന്നതിൻ്റെ ചെറിയൊരു അനുഭവങ്ങളും. ഇന്നലെ നൈറ്റ് ഒരു 8 മണിയായപ്പോൾ ആഗ്രയിൽ എത്തി, റൂമെടുത്ത് ഫ്രഷായി, ഫോണ് പവർ ബാങ്ക് എല്ലാം ചാർജ് ചെയ്ത് ഫ്രഷായി നല്ല സുഖമായിട്ടൊന്ന് കിടന്നു പറയാം. 3 ദിവസം ടെൻറ്റിൽ കിടന്നതിൻ്റെ ക്ഷീണം 1 ദിവസം ഇവിടെ AC കിടന്ന് സുഖമായ ഉറക്കത്തിൽ. എന്നിട്ടിപ്പോൾ രാവിലെ 8 മണി കഴിഞ്ഞു. ഫ്രഷായി ഒരു ദാദാജിയുടെ റിക്ഷ കിട്ടി. ആ റിക്ഷയിൽ പോവാണ്. 50 രൂപ 150 രൂപ പറഞ്ഞു മലയാളി. 50 രൂപ പറഞ്ഞ തെറ്റാക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ താജ്മഹലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ലോകാത്ഭുതങ്ങളിൽ ഒന്ന്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അത് അറിയുന്നത് തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ സൗണ്ട് അടിക്കാം. ഓക്കെ. റിക്ഷയിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് 1, അതായത് റോഡിൽ നിന്നുള്ള ഫസ്റ്റ് ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ മാത്രം. ഇതൊക്കെ ഒരു ഫസ്റ്റ് ഒറ്റ പ്രാവശ്യം ഒന്ന് കാണാനുള്ളത്. സാധനം ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ്. നല്ല രസക്കാരൻ. ഇതിൻ്റെ 1700കളിലാണ് ഇത് പണിതിട്ടുള്ളത്. അങ്ങ് മുംതാസ് ചക്രവർത്തി നോക്കി ചിരിക്കുന്നുണ്ട്. നമുക്കെന്ത് നാണമാനം. 1700കളിലാണ് ഇത് പണിതിട്ടുള്ളത്. 1700കളിൽ മനസ്സിലാക്കണം. അന്നത്തെ ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പണിക്കാരാണ്. 1000കണക്കിന് പണിക്കാർ. റിച്ച് ലൈഫ് തന്നെയല്ലേ. ഇതൊക്കെയാണ് ജീവിതം. ഇതാണ് മെയിൻ എൻട്രി ഗേറ്റ്. ഇവിടെ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ നമുക്കുള്ളത് അറിയാം. പിന്നെ ടിക്കറ്റിൻ്റെ കാര്യം. ടിക്കറ്റ് നമുക്ക് 2 രീതിയിൽ നമുക്ക് എടുക്കാം. ഓൺലൈനായിട്ട് എടുക്കാം, ഓഫ്ലൈനായിട്ട് എടുക്കാം. ഓഫ്ലൈനിൽ എടുക്കുന്നത് ചടങ്ങാണ്. അക്കോലം വരി ഉണ്ടാകും ഇവിടെ. ഇഷ്ടം പോലെ വരിയാണ്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് എടുത്ത് പോകും. 45 രൂപ ഉള്ളൂ. ഓൺലൈൻ എടുത്താൽ അതല്ല നല്ലത്. 2ാം വട്ടം വരിക്കണം, ക്യൂ. ചടങ്ങാണ്. അതൊക്കെ നിങ്ങൾ ഓൺലൈൻ്റെ ക്യൂ കാണിച്ചേട്ടാ. എൻ്റെ ക്യൂ ഉണ്ട്. എൻ്റെ ഉള്ളിൽ ക്യൂ ആണ്. അപ്പോൾ നമ്മളത് ബാധിക്കണില്ല. അപ്പോൾ നമ്മൾ ശാന്തിയും സമാധാനത്തിൻ്റെ രീതിയിൽ ഓൺലൈൻ ബുക്ക് ചെയ്തു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്കിങ് കാര്യങ്ങളും ഇവിടെ നിന്നുണ്ട്. അതിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ലൊരു ചടങ്ങാണ്. അടി മുതൽ മുടി വരെ ചെക്ക് ചെയ്യും. കുഴപ്പമില്ല. സേഫ്റ്റി മുഖ്യം പിക്കില്ലേ. പിന്നെ സ്റ്റിക്ക് അലൗഡാണ്, പക്ഷേ മൈക്ക് അലൗഡല്ല. ഗോപ്രോൻ്റെ മൈക്ക് അലൗഡല്ല. അതുപോലെ അലൗഡല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. വാട്ടർ ബോട്ടിൽ അലൗഡല്ല, സ്നാക്സ് അലൗഡല്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് താജ്മഹലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. നമുക്ക് ചുരുക്കി പറയാം. അറിയണത് പറഞ്ഞാൽ പോരെ, ഇല്ലാത്ത എഡിറ്റ് ചെയ്തിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വിക്കിപീഡിയയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മുംതാസിന് വേണ്ടി താജ്മഹൽ മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഷാജഹാൻ ചക്രവർത്തി. ഒരു പണ്ടേ മുഗളന്മാരാണല്ലോ.
മുഗൾ ഫാമിലിപ്പെട്ട ഒരാളാണ്. വാവ്. ആ ഓലെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെന്തിനാണ് ഇടപെടേണ്ട ആവശ്യമല്ലേ. അതായത് ഇത് കാണാൻ വരേണ്ട വേറെ കാറ്റഗറി എന്ന് പറയണത് ഈ കപ്പിൾസ്, അതുപോലെ കല്യാണം കഴിച്ചവരൊക്കെയാണല്ലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പിന്നെ സിംഗിൾ പസംഗിയാണ്, പിന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് വന്ന് കാണാം. ഇതിന് ചുറ്റുമുള്ള വ്യൂ ജസ്റ്റ് ഒന്ന് കണ്ടോളി. ഉള്ളോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഫസ്റ്റത്തെ ഗേറ്റ് ഇതാണ്, മുംതാസ് ഗേറ്റ് എന്ന് പറയും. ഈ ഒരു സാധനം ഇത് ഫുള്ള് ഉണ്ടാക്കിയിട്ടുള്ളത് മാർബിൾ കൊണ്ടാണ്. നിങ്ങൾ വിശ്വസിക്കുക പറഞ്ഞത് ഫുള്ള് മാർബിളാണ്. ആ വൈറ്റിൻ്റെ ഇടയ്ക്ക് ഓരോ എന്താ പറയുക ഫ്ലവർ ടൈപ്പ് കാര്യങ്ങളൊക്കെ ചിത്രം പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിത്രപ്പണികൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാം. ഇപ്പോൾ മുംതാസ് ഗേറ്റിൻ്റെ അടുത്താണുള്ളത്. ഇത് കണ്ടെങ്കിൽ ഇത് ഈ ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് ഇതൊക്കെ മാർബിളാണ്. ഓരോരോ പോർഷൻ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇത് വേറെ മാർബിള്. 1500കളിൽ നമ്മളപ്പുറത്തെ ടെക്നോളജി ഇല്ല, സോഫ്റ്റ്വെയർ ഫങ്ഷൻ കാര്യങ്ങളൊന്നുമില്ല. അന്നേ പോലൊക്കെ അപ്ഡേറ്റാണ്. അന്നേ വിദ്യാഭ്യാസം കുറച്ച് കൂടിയ ആൾക്കാരാണ് അവളൊക്കെ. ഇതാണ് താജ്മഹലിൻ്റെ ഒരു മാപ്പ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ്. ഇവിടുന്ന് എൻ്റെ സ്ട്രൈറ്റ് അതാണ് മഹൽ. പോയി നോക്കാം. അവിടെ ഇപ്പോൾ കാണുന്ന താജ്മഹൽ ഈ ഒരു ഇതിലല്ലേ. ഇനി ഉള്ളിലേക്ക് കയറുമ്പോഴാണ് താജ്മഹൽ തെളിഞ്ഞ് കാണും. അത്രയ്ക്ക് ബ്യൂട്ടി കാണും. വാ ബ്യൂട്ടി. എൻ്റെ പുറകിൽ കാണുന്ന ഇപ്പോൾ താജ്മഹൽ കാണുന്നുണ്ടാവും. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ പറയുന്ന രീതിയിൽ താജ്മഹലിനെ തൊട്ടിട്ടും പിടിച്ചിട്ടും ഇതിനൊക്കെ ഒരു ഫോട്ടോ എടുത്ത് തരും ചീപ്പ് റേറ്റിൽ കേട്ടോ. ഇതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. എന്താ സുഖമായിട്ട് ഫോട്ടോ. വിഷ്വൽ ബ്യൂട്ടി ഓഫ് താജ്മഹൽ. ജീവിതത്തിൽ ഇതൊക്കെ ഒരിടയിലും കാണുങ്ങൾ ഇതൊക്കെ ഈ ലോണൊക്കെ എടുത്തിട്ടേലും വരി. ഇപ്പോൾ നമുക്ക് EMI ഒക്കെ അവൈലബിൾ ആണ് എല്ലായിടത്തും. EMI അതുപോലെ സാഫ് എല്ലാത്തും നമുക്ക് ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ 10-15,000 ഒക്കെ എടുത്തിട്ടൊക്കെ വരി. ഇതൊക്കെ ഒന്ന് കാണേ. ഇങ്ങനെ തന്നെയല്ലേ ജീവിതം. 24 മണിക്കൂർ 10 മണിക്കൂർ 12 മണിക്കൂർ പണിയെടുക്കുക, 4 മണിക്കൂർ പുറത്ത്, 5-6 മണിക്കൂർ കിടന്നുറങ്ങുക. അതുകൊണ്ട് എന്താ? അതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ലല്ലോ. ഇതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എൻജോയ് ചെയ്യുക. അതല്ല ഒറ്റ ജീവിതം. എനിക്കൊരു ഭാഗ്യം കിട്ടിയ കേട്ടോ. ഞാൻ 3 വട്ടം കാണും. വാ ആണ് നോക്കി നിങ്ങൾ എന്താ ചുറുക്ക് കാണാനറിയാം. വാ വിഷ്വൽ ബ്യൂട്ടി. എന്താല്ലേ ഇതൊക്കെ പണിയിപ്പിച്ച് വെച്ച്
എന്നിട്ട് മൂപ്പരും പോയി, മുപ്പത്തിയാരും പോയി. അല്ല, മുപ്പത്തിയാര് ഓർമ്മക്കാണുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാളെ അതിൻ്റെ ഉള്ളിലാണ് ഇതാക്കിയിട്ടുള്ളത്. നമ്മളത് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല. അത് കാലത്രാണ് എനിക്കില്ല. അത് പള്ളി, ഇത് ഗസ്റ്റ് ഹൗസ്. രണ്ട് ഏതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. അതായത് നമ്മൾ ഇറാനിൽ നിന്നുള്ള ആളെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പള്ളി, ഓൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും 40-50 വർഷം കൊണ്ടൊക്കെയാണല്ലോ ഇത് പണിയിപ്പിച്ച് വെച്ചിട്ടുള്ളത്. 50 വർഷമായി ഒരാളെ ജീവിതത്തിലെ പകുതിയോളം, പകുതി കൈ കിട്ടിയ വലിയ ലക്കാണ്. നോക്കി അടുത്തേക്ക് വരുന്തോറും ഗ്ലാമർ കൂടാണോ എന്നൊരു സംശയമുണ്ട്. ഇത് ഫുള്ള് മാർബിളാണ്. ഇതിന് മാത്രം മാർബിളൊക്കെ ഉണ്ടോ? അന്നത്തെ കാലത്ത് അല്ലേ, അന്ന് മാത്രം മാർബിൾ ഉണ്ടായിരുന്നൊക്കെ സംശയം. പീസ്ഫുൾ ഏരിയ. നോക്കി നിങ്ങൾ ഗാർഡനൊക്കെ എന്താ രസമല്ലേ കാണാൻ. ലാസ്റ്റ് കുഞ്ഞുട്ടിൻ്റെ ഒപ്പം വന്നപ്പോൾ ഞങ്ങൾ ചുമരുമ്പക്ക് പന്തടിച്ച മാതിരി തന്നെ. ആകെ 15 ദിവസമുണ്ട് ടോട്ടൽ കവർ ചെയ്യും വേണം. പക്ഷെ എന്നാലും ഞങ്ങൾ കണ്ടു എല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റായി. കുഞ്ഞുട്ടി ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കാണുങ്ങന്മാരെ ഷാനവാസേ ചെറ്റേ ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് കണ്ടോ. ഇതിങ്ങനെ ദിവസം മൊത്തം പണിയെടുക്കുക, ഡെയിലി 3 പണി 4 പണിയൊക്കെ എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കോ. ഇതൊക്കെണ്ടാ എന്നോട് തന്നെ ഷാനവാസ പറയാറുള്ളൂ, വേറെ ആടും പറയാറില്ല, എന്നോട് തന്നെ പറയാറില്ല. ഇത് ഡെയിലി 5-10 പണിയൊക്കെ എടുക്കല്ലേ, പെയിൻറ്റിങ് ഉണ്ടാക്കല്ലേ എൻ്റെ മുതലാളിക്ക്. എന്നാ അതൊക്കെ വന്ന് കണ്ടോ. കണ്ട ജി എൻ്റെ ഉടായ്പ കൺസെഷൻസ് അല്ല ഇതൊന്നും. ഇതൊക്കെയാണ് പണി. കായ് കൊടുത്താൽ അങ്ങനെയൊക്കെ മുതലുണ്ടാവും. മലയാളം അറിയോ? അറിയോ, കുറച്ച് അറിയും മലയാളം. 4 വർഷം എനിക്ക് ചെരുപ്പ് ഫാക്ടറി അവിടെ ഉണ്ട്. എവിടെ? കരക്കപ്പള്ളി, അലപ്പി, മലപ്പുറ, തൃശ്ശൂർ, ആലുവ, എടപ്പള്ളി. അവിടുത്തെ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ 10 നല്ല കൂട്ടുകാരായി എനിക്ക്. നല്ല കൂട്ടുകാർ. ഇന്ത്യ കൽവിലെ വിന്നിലാവിലെ നല്ല പാട്ടുകാരാ, തത്തമിത്തയാൻ കാത്തമുച്ചിരി നല്ല മുല്ല മുത്തൂറും, something like that. But ekdam badi. Thank you. അങ്ങനെ താജ്മഹൽ എന്നുള്ള പ്രസ്ഥാനം നമ്മൾ കണ്ടിരിക്കുന്നു. വീണ്ടും അത് കാണാൻ നല്ല രസമാടാ. ഷാനവാസജി ഇതൊന്നൊന്ന് കാണുക. ഷാനവാസത്തൊക്കെ ഒന്നൊന്ന് കാണണം കേട്ടോ. ജീവിതത്തിൽ ഒരിട്ടലും മസ്റ്റ് വ്യൂ ആണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മളെ ഇന്നത്തെ താജ്മഹൽ ഖത്തം. ടാറ്റാ.